നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ LDFന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് LDFന് ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. BJP ഒരു സീറ്റ്, ബാക്കി എല്ലാ സീറ്റുകളും UDF കേരളത്തിൽ കൊയ്തെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ LDFന് വലിയ തിരിച്ചടി തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന സീറ്റ് പോലും അവർക്ക് കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. CPIയുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിലും ആലപ്പുഴ ജില്ലാ കൗൺസിലിലും ഈ ഒരു റിസൾട്ടിനെ സംബന്ധിച്ചുള്ള ഒരു അവലോകന യോഗം നടക്കുകയുണ്ടായി. ആ യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പരാമർശങ്ങൾ വന്നു, മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പേരിലാണ് മുഖ്യമന്ത്രിക്ക് വിമർശനം. യോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി മാറാതെ തിരിച്ചുവരവ് എളുപ്പമല്ല. അത് പറയാനുള്ള ആർജവം CPI നേതൃത്വം കാട്ടണമെന്നാണ് യോഗത്തിൽ നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് തോൽവിക്ക് പ്രധാന കാരണമെന്നും ഈ യോഗത്തിൽ അഭിപ്രായമുണ്ടായി എന്നാണ് വിവരങ്ങൾ. ഈ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും മടുപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് സമയത്ത് മുന്നണി കൺവീനർ BJP നേതാവിനെ കണ്ടു. ഇത് വലിയ രീതിയിൽ തോൽവിക്ക് കാരണമായി. സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടാതെ വന്നു, പെൻഷൻ മുടങ്ങി. ഇതെല്ലാം വലിയ രീതിയിൽ LDFന് തിരിച്ചടിയായി എന്നാണ് ഈ യോഗത്തിലെ വിമർശനം. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇരു യോഗങ്ങളും ശക്തമായി എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഫലം അവലോകനം ചെയ്ത ശേഷമുള്ള ആലപ്പുഴ യോഗത്തിലെ വിമർശനം അനുസരിച്ച് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ടായത് മുഖ്യമന്ത്രിക്കെതിരായ വികാരം എന്നാണ് വിലയിരുത്തൽ. ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് അവതരിപ്പിച്ച റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: BJPയെ ഭരണത്തിൽ നിന്ന് അകറ്റാൻ കോൺഗ്രസ് ആണ് മികച്ചതെന്ന് ജനങ്ങൾ ചിന്തിച്ചു. അതിനൊപ്പം സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും ഉണ്ടായി എന്നാണ് ഈ റിപ്പോർട്ടിലെ ഒരു ഉള്ളടക്കം. ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച നടന്നു. ആ ചർച്ചയിൽ അംഗങ്ങൾ പ്രതികരിച്ചത് ഇപ്രകാരമാണ്: മുഖ്യമന്ത്രിയെ തിരുത്താൻ CPMൽ ആർക്കും ധൈര്യമില്ല. പരനാറി പ്രയോഗം പോലുള്ള പരാമർശങ്ങളാണ് എല്ലാ കാലത്തും മുഖ്യമന്ത്രി നടത്തുന്നത്. മുഖ്യമന്ത്രി തിരുത്താൻ തയ്യാറല്ലെന്ന് ഗീവർഗീസ് മാർ കുറിലോസിനെതിരെയുള്ള പരാമർശത്തിലൂടെ വ്യക്തമായി എന്നും ഈ ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായങ്ങളാണ്. മാത്രമല്ല, CPIയുടെ കൈവശമുള്ള കൃഷി വകുപ്പ്, സപ്ലൈകോ ഇവരെയൊക്കെ അവഗണിച്ചു. ഇത് വലിയ കനത്ത തിരിച്ചടിയായി മാറിയെന്നും യോഗത്തിൽ അഭിപ്രായമുണ്ടായി. കോൺഗ്രസ് വോട്ട് മാത്രമല്ല, ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ടുകളും BJPയിലേക്ക് പോയിട്ടുണ്ട്. തൃശൂരിലെ CPI സ്ഥാനാർത്ഥിയുടെ തോൽവിയിൽ ഇപ്പോഴും മാറാത്ത ചില സംശയങ്ങളുണ്ട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ചോദ്യത്തെ പരിഹസിച്ച് മുഖ്യമന്ത്രി. 19 സീറ്റുകളിലെ തോൽവി ഭരണവിരുദ്ധ വികാരമാണോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. നിങ്ങൾ അറിഞ്ഞത് ഇപ്പോഴാണോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പരിഹാസ പ്രതികരണം നടത്തിയത്. ഡൽഹിയിൽ നല്ല ചൂടാണല്ലോ എന്ന് മുഖ്യമന്ത്രി തിരിച്ചു ചോദിച്ചു. അതേസമയം ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കുമെന്ന് ആയിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കും. സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങൾ ശക്തമാക്കുമെന്നും പ്രസ്താവനയിലൂടെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.